ശ്രീരാജ് ഗോകുൽ, തമിഴ്നാട് ഈ തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധേയമാകുന്നത് ഒരു മൂന്നാം മുന്നണി എന്നൊരു ശ്രമം അവിടെ BJP തുടക്കമിട്ടിട്ടുണ്ട്. അവിടെ മറ്റ് ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ ഒരു ദിശയിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് കൃത്യമായൊരു ദേശീയത മുന്നോട്ട് വെച്ചുകൊണ്ട് തമിഴ് സംസ്കാരത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു വലിയൊരു ക്യാമ്പയിന് പ്രധാനമന്ത്രി തുടക്കമിടുന്നത് അണ്ണാമലയിലൂടെ സാധാരണക്കാരായ ആളുകളിലേക്കും എത്തിക്കാൻ BJP കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു റിസൾട്ട് അവിടെ ഏത് രീതിയിലാണ് BJP പ്രതീക്ഷിക്കുന്നത്? അല്ല, തമിഴ്നാട്ടില് നിങ്ങൾ തമിഴ്നാട് ചോദിച്ചത് നന്നായി. തമിഴ്നാട്ടിൽ നിന്ന് തന്നെ വരാം. ഞാൻ ഡോക്ടർ ഹരി അദ്ദേഹം തുടക്കത്തിൽ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന് BJPയുടെ ഭാഗത്തു നിന്ന് അദ്ദേഹത്തിന് ഒരു മറുപടി പറയണമല്ലോ. എന്തായാലും തമിഴ്നാട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. തമിഴ്നാട്ടിൽ ഇത്തവണ BJPക്ക് വലിയ മുന്നേറ്റം ഉണ്ടാകുന്നുള്ള കാര്യം പ്രതീക്ഷിക്കുന്നുണ്ട്. 8-10 സീറ്റുകളിൽ വിജയം പ്രതീക്ഷിക്കുന്നതാണ്. അതിനകത്ത് വിജയം വളരെ ഉറപ്പായിട്ട് പ്രതീക്ഷിക്കുന്നതായിട്ടുള്ള കുറേ സീറ്റുകളുണ്ട്. ഈ 295 സീറ്റുകളുടെ കാര്യം നിങ്ങൾ പറയുന്നുണ്ടല്ലോ, ഈ ഇന്ത്യ മുന്നണി. ഈ 295 സീറ്റുകളെന്ന് പറയുന്നതിന് നിങ്ങൾ അടിസ്ഥാനമായിട്ട് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, BJP കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലായിട്ട് ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളും അടങ്കല് തൂത്തുവാരിക്കൊണ്ടിരിക്കുകയാണ്. മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഗുജറാത്ത് ഇതൊക്കെ തൂത്തുവാരിയാണ് കൊണ്ടുവരുന്നത്, ഛത്തീസ്ഗഡ്. അപ്പൊ ഇത്തവണ സ്വാഭാവികമായിട്ട് BJPക്ക് നിലവിലുള്ള MP-മാരോടുൾപ്പെടെയുള്ള ആന്റി ഇൻകംബൻസി കാരണം കുറച്ച് കുറയുമെന്നുള്ളതാണ് നിങ്ങൾ പറഞ്ഞു വരുന്നത്. എനിക്ക് അതേ ചോദ്യമാണ് നിങ്ങളോട് തിരിച്ചു ചോദിക്കാനുള്ളത്. നിങ്ങൾ 295 എന്ന് പറയുമ്പോൾ നിങ്ങൾ കഴിഞ്ഞ തവണ 39 ജയിച്ചിരിക്കുന്ന തമിഴ്നാട്, 20 19 ജയിച്ചിരിക്കുന്ന കേരളം, ഇവിടെയൊക്കെ ഈ പറയുന്ന ആന്റി ഇൻകംബൻസി ഫാക്ടർ വർക്കാവില്ലേ? ഇവിടെയൊക്കെ നിങ്ങൾക്ക് സീറ്റ് കൂടാൻ ഒരു സാധ്യതയില്ലല്ലോ. നിങ്ങളുടെ ഏറ്റവും ശക്തമായ സംസ്ഥാനങ്ങളാണ്. ഇപ്പൊ തമിഴ്നാട്ടിലെ 39 എന്തായാലും നിങ്ങൾ ഇത്തവണ 39 ജയിക്കാൻ പോകുന്നില്ല. 8-10 സീറ്റുകളെങ്കിലും കുറവുണ്ടാവും. അത് തീർച്ചയായിട്ടും NDA മുന്നണി പിടിക്കുന്നുണ്ടാവും, അപ്പുറത്ത് ADMK പിടിക്കുന്നുണ്ടാവും. അപ്പൊ എന്തായാലും അതിൽ നിന്ന് താഴേക്ക് പോകാനുള്ള സാധ്യതയെ ഞാൻ കാണുന്നുള്ളൂ. പഞ്ചാബിൽ കഴിഞ്ഞ 13 8 സീറ്റ് ജയിച്ചു. ആ 8 സീറ്റ് ജയിച്ചെടുത്ത് ഇത്തവണ ഒരു ചതുഷ്കോണ മത്സരമാണ് നടക്കുന്നത്. എല്ലാവരും ഏതാണ്ട് ഈക്വൽ പിടിച്ചു വരുമ്പോൾ അവിടെയും നിങ്ങൾക്ക് സീറ്റ് കോൺഗ്രസിന് പർട്ടിക്കുലർലി സീറ്റ് കുറയാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. അതുപോലെ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ 16 സീറ്റാണ് കോൺഗ്രസ് മാത്രമായിട്ട് ജയിക്കുന്നത്. ഇത്തവണ നിങ്ങൾക്ക് എന്തായാലും 16 സീറ്റിനപ്പുറത്തേക്ക് UDFന് തന്നെ കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. UDFന് പോലും 16 കിട്ടാൻ സാധ്യതയുള്ളൂ. അപ്പൊ കോൺഗ്രസിന്റെ ടാലി അതിനേക്കാളിൽ താഴെയായിരിക്കും. നോക്കൂ, നിങ്ങൾ 295 മുന്നണി എത്തണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടി 3 അക്കം തൊടണം. നിങ്ങൾക്ക് കഴിഞ്ഞ തവണ 50 MP-മാരുണ്ടായിരുന്നെങ്കിൽ അതിൽ 30 MP-മാരെ തന്നിരിക്കുന്നത് ഈ 3 സംസ്ഥാനങ്ങളാണ്. ഈ 3 സംസ്ഥാനങ്ങളിൽ പോലും നിങ്ങളുടെ ടാലി പിറകിലേക്ക് ഇറങ്ങാനാണ് സാധ്യത. നിങ്ങൾക്കിനി കർണാടകത്തിലെ 2-3 കൂടുതൽ കിട്ടിയാലും, രാജസ്ഥാനിൽ 1-2 കിട്ടിയിരുന്നാലും, ഹരിയാനയിൽ 1-2 കിട്ടിയിരുന്നാലും ഈ ടാലിയിൽ നിന്ന് ഒരല്പം കൂടെ മുമ്പോട്ട് പോകാൻ മാത്രമേ സഹായിക്കുള്ളൂ. പിന്നെ എങ്ങനെയാണ് ഈ മുന്നണി 295 എത്തുന്നത്? ഈ മുന്നണിയുടെ കോൺഫിഡൻസ് ഇല്ലായ്മ എവിടെയാണെന്ന് അറിയാമോ? അഖിലേഷ് യാദവ് പറയുന്ന കേട്ടു 36 സീറ്റ് UP-യിൽ നിങ്ങൾ ജയിക്കുമെന്ന്. നിങ്ങൾ അമിത്ഷായോട് ചോദിക്കണം UP-യിൽ എത്ര സീറ്റ് ജയിക്കുമെന്ന്. അദ്ദേഹം പറയും 80-ൽ 80 ജയിക്കും എന്ന് പറയും. അതിനെയാണ് നമ്മൾ കോൺഫിഡൻസ് എന്ന് പറയുന്നത്. 80-ൽ 80 ജയിക്കാൻ ഇറങ്ങി പുറപ്പെടുന്ന BJP 60-നും 70-നും അല്ലെങ്കിൽ 70-നും മുകളിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാവുന്നുള്ള എല്ലാവർക്കും അറിയാം. 36 സീറ്റിൽ മാത്രമേ ജയിക്കാൻ സാധ്യത ഉള്ളൂ എന്ന് നിങ്ങൾ തന്നെ പറഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് അതിൽ എത്ര സീറ്റിൽ ജയിക്കാനായിരിക്കും പ്രാക്ടിക്കലി പോസിബിലിറ്റി എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. ഇതാണ് നിങ്ങളുടെ മുന്നണിയുടെ, ഈ ഇന്ത്യ മുന്നണിയുടെ റിയാലിറ്റി എന്ന് പറയുന്നത്. പിന്നെ അങ്ങ് പ്രധാനമന്ത്രിയെ കുറെ എന്തൊക്കെയോ പറഞ്ഞു. പ്രധാനമന്ത്രി വിഭാഗീയത പരത്തുന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നമ്മൾ ഈ ഉത്തരേന്ത്യൻ സ്റ്റേറ്റുകളിൽ BJP ജയിക്കുന്നത് ഹിന്ദു വർഗീയത പറഞ്ഞിട്ടാണ്, ഹിന്ദുത്വം പറഞ്ഞിട്ടാണ് എന്നൊക്കെയാണ്. നിങ്ങൾ ഈ തമിഴ്നാട് എങ്ങനെയാണ് ജയിക്കുന്നതെന്ന് എനിക്കൊന്ന് പറഞ്ഞുതരാമോ? വിഭാഗീയതയുടെ അങ്ങ് അറ്റം പറഞ്ഞിട്ടല്ലേ. ഈ തെരഞ്ഞെടുപ്പിനകത്ത് വിഭാഗീയത ആരാണ് തുടങ്ങിയത്? ഇന്ത്യ മുന്നണിയാണ് തുടങ്ങിയത്. സനാതന ധർമ്മം കൊതുകിനെ പോലെയാണ്, ഹിന്ദുമതം മലേറിയയും പ്ലേഗും പരത്തുന്ന മാരക ക്ഷുദ്രജീവികളെ പോലെയാണ് എന്ന് പറഞ്ഞ് ഇവിടെ വിഭാഗീയത പറഞ്ഞു തുടങ്ങിയത് ആരാണ്? ഇന്ത്യ മുന്നണി. നിങ്ങളാണ് പറഞ്ഞു തുടങ്ങിയത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ അതിനോട് റെസ്പോണ്ട് ചെയ്യുക എന്നുള്ള ഒറ്റ പ്രോസസ്സ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. രാഹുൽ ഗാന്ധി ഒരു കൂട്ടം ആൾക്കാരെ വിളിച്ച് ചുറ്റുമിരുത്തിയിട്ട് പറയുകയാണ്, ദളിതരായിട്ടുള്ള ആൾക്കാർക്ക് നീറ്റ് പരീക്ഷ പാസ്സാകാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട് പറ്റുന്നില്ല? താങ്കളൊരു ഡോക്ടറാണല്ലോ ഹരി, അങ്ങ് പോയ അവിടെ ഉണ്ടോ എനിക്കറിയില്ല, കാണുന്നില്ല. അതുകൊണ്ടാണ് അങ്ങക്ക് ഡോക്ടറേറ്റ് കിട്ടിയതാണോ അദ്ദേഹം അന്ന് മെഡിക്കൽ പ്രാക്ടീഷണറാണോ എനിക്കറിയില്ല. പക്ഷെ ഞാൻ ചോദിക്കുകയാണ്, നീറ്റ് പരീക്ഷ ദളിതർക്ക് പാസ്സാകാൻ കഴിയുന്നില്ല. അല്ല ഓക്കെ ശരി, ഞാൻ എന്താ കോമൺ സെൻസ് ഉണ്ടാവണമല്ലോ നമുക്ക്.
നീറ്റ് പരീക്ഷ ദളിതർക്ക് പാസ്സാകാൻ കഴിയുന്നില്ല, OBC-കാർക്ക് പാസ്സാകാൻ കഴിയുന്നില്ല എന്നൊക്കെയാണ് രാഹുൽ ഗാന്ധി കണ്ടെത്തിയിരിക്കുന്നത്. അതിന്റെ കാരണമായിട്ട് അദ്ദേഹം പറയുന്നത് ഉയർന്ന ജാതിയിലുള്ള ആൾക്കാരാണ് ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുന്നത്, അതുകൊണ്ട് എന്താണ് ഇവർക്ക് അതിന്റെ ഉത്തരം അറിയില്ല. ഇദ്ദേഹത്തിന് ശരിക്കും ഇദ്ദേഹം സ്കൂളിൽ പോയിട്ടുണ്ടോ രാഹുൽ ഗാന്ധി? എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ നീറ്റ് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന സ്വാഭാവികമായിട്ടും സയന്റിഫിക് ആയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും. അതിനകത്ത് എവിടെയാ ജാതിക്ക് എന്താ പ്രാധാന്യം? ഈ എൻട്രൻസിനൊക്കെ എന്താണ് ജാതിക്ക് പ്രാധാന്യം? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പൊ ക്വസ്റ്റ്യൻ ഇടുന്നയാളുടെ ജാതി രാഹുൽ ഗാന്ധി എങ്ങനെയാ കണ്ടുപിടിച്ചത്? ക്വസ്റ്റ്യൻ ഇടുന്നിടത്ത് രാഹുൽ ഗാന്ധി പോയിരുന്നോ? അവരെ സ്വാധീനിക്കാനുള്ള എന്തെങ്കിലും ഇദ്ദേഹത്തിന്റെ ആരെങ്കിലും എന്തെങ്കിലും കോൺഗ്രസ് നേതാക്കള് നീറ്റ് ആരെങ്കിലും എന്താണ് MBBS പരീക്ഷയൊക്കെ പാസ്സാക്കി കൊടുക്കാന്ന് പറഞ്ഞിട്ട് എൻട്രൻസ് വല്ലോ പാസ്സാക്കി കൊടുക്കാന്ന് പറഞ്ഞ് കാശ് മേടിച്ചിട്ടുണ്ടോ? അങ്ങനെയാണോ ഈ ക്വസ്റ്റ്യൻ ഇടുന്ന ആരാണെന്ന് ഇദ്ദേഹത്തിന് നേരത്തെ അറിയാവുന്നത്? അപ്പൊ ക്വസ്റ്റ്യൻ തയ്യാറാക്കുന്നവരുടെ വരെ ജാതി നോക്കിപ്പോയ ഒരു മനുഷ്യനാണ്. ആ മനുഷ്യന്റെ പാർട്ടിയിലെ ആൾക്കാരാണ്, ആ മനുഷ്യന്റെ മുന്നണിയിലെ ആൾക്കാരാണ് ഇവിടെ വന്നിരുന്നിട്ട് BJP വിഭാഗീയത പറയുന്നു, പ്രധാനമന്ത്രി വിഭാഗീയത പറയുന്നു എന്ന് പറയുന്നത്. ഒരു അല്പം നാണം ഉണ്ടാവണ്ടേ ഈ പറയുന്നതിനകത്ത്? നിങ്ങൾ എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത് നോക്കണ്ടേ? ഇന്ത്യൻ ആർമിക്കകത്ത് വരെ ജാതി കൊണ്ടുവന്നില്ലേ നിങ്ങൾ പറഞ്ഞ എന്താണ്? ഇന്ത്യൻ ആർമിയിൽ കൊല്ലപ്പെടുന്നവർ മുഴുവനും പിന്നാക്ക ജാതിക്കാരാണ്, ദളിതരാണ്, ഓഫീസേഴ്സ് മുഴുവനും അല്ലാത്ത റാങ്കിലുള്ളവർ. ഇത് എവിടെയാണ് എഴുതിയിരിക്കുന്നത്? ഇത് എന്തടിസ്ഥാനത്തിലാണ് ഈ പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല എന്തടിസ്ഥാനത്തിലാണ് ഈ പറയുന്നത് എന്നുള്ള കാര്യം. കേരളത്തിൽ നിന്ന് പോലും ഏറ്റവും കൂടുതൽ ആൾക്കാർ സൈന്യ സേവനത്തിലേക്ക് പോയിരിക്കുന്നത് ഏത് കമ്മ്യൂണിറ്റിയിൽ നിന്നാണെന്ന് നിങ്ങളൊന്ന് നോക്കി നോക്കുന്നേ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ കമ്മ്യൂണിറ്റി വൈസ് ഒക്കെ സൈന്യത്തിനെ വരെ തിരിക്കുന്ന തലത്തിലേക്ക് ഇലക്ഷൻ ക്യാമ്പയിനിങ്ങിനെ കൊണ്ടുവന്നിട്ട് മറ്റുള്ളവർക്ക് നേരെ വിഭാഗീയത പറയുകയാണോ? എന്ത് തരം ഇതാണ് പറയുന്നത്? പിന്നെ ഏറ്റവും താഴത്തെ ആളെ കണ്ടെത്തി മുന്നോട്ട് കൊണ്ടുവരാനാണോ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഏറ്റവും താഴത്തെ ആളെ കണ്ടെത്തി മുന്നോട്ട് കൊണ്ടുവരാനാണോ? പിന്നെ കർണാടകത്തിൽ എന്തോ ചെയ്തു, ഞങ്ങൾ ഭരിച്ച് അവിടെ എന്തോ സ്വർഗമാക്കി എന്നൊക്കെ പറയുന്നുണ്ട്. ഈ കർണാടകം സ്വർഗമാക്കിയതിന്റെ അവസ്ഥ എന്താണെന്ന് കർണാടകക്കാരോട് ചോദിച്ചാൽ മനസ്സിലാവും. ഇല്ലാന്നുണ്ടെങ്കിൽ നാളെ വോട്ടെണ്ണി കഴിയുമ്പോൾ മനസ്സിലാവും. നിങ്ങൾ കുറെ ആൾക്കാർക്ക് വൈദ്യുതി സൗജന്യമായിട്ട് കൊടുക്കുമെന്ന് പറഞ്ഞു. അവസാനം സാധാരണക്കാരായിട്ടുള്ള ബഹുഭൂരിപക്ഷ ആൾക്കാർക്ക് എന്താണ് സംഭവിച്ചത്? 500 രൂപ കറണ്ട് ബില്ല് വന്നുകൊണ്ടിരുന്ന ബാംഗ്ലൂർ സിറ്റിയിലുള്ള ജനങ്ങൾക്ക് മുഴുവനും, അല്ലെങ്കിൽ മാംഗ്ലൂർ സിറ്റിയിലുള്ള ജനങ്ങൾക്ക് മുഴുവനും 2000, 2500 രൂപ, 3000 രൂപ കറണ്ട് ബില്ല് വരുന്ന അവസ്ഥയാണുള്ളത്. ബാംഗ്ലൂരേക്കൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ, കർണാടകത്തിലേക്കൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ സാധാരണക്കാർ ഓടിച്ചിട്ട് തല്ലുന്നേ, പാവപ്പെട്ട ഓട്ടോ ഡ്രൈവേഴ്സ് ഓടിച്ചിട്ട് തല്ലും കോൺഗ്രസ് നേതാക്കളെ. അത് വോട്ട് എണ്ണി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതാണ് കർണാടകയില് ഒരു തത്വദീക്ഷയില്ലാതെ, ഒരു ധാരണയില്ലാതെ, ചുമ്മാ അപ്പീസ്മെന്റ് പൊളിറ്റിക്സിന് വേണ്ടി മാത്രം കുറെ പോളിസി ഉണ്ടാക്കി വെച്ചിട്ട് അത് നടപ്പിലാക്കാൻ ശ്രമിച്ച് അവസാനം സർക്കാരിന്റെ കയ്യിലും കാശില്ല, ഖജനാവിന്റെ കയ്യിൽ കാശില്ല എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാക്കി വെച്ചത്. പിന്നെ ശ്രീ അനിൽ നമ്പ്യാർ താങ്കളോട് പറഞ്ഞു എന്താണ് ഈ രാജ്യവിരുദ്ധ നയങ്ങൾ എടുക്കുന്നു, അതിനു വേണ്ടിയിട്ട് അതൊക്കെ കോൺഗ്രസ് കൊണ്ടുവരും എന്ന് പറഞ്ഞു. അപ്പൊ താങ്കൾ ഇവിടെ ഇരുന്നുകൊണ്ട് വേറെന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മുടെ നാട്ടിലെ നേതാവായിട്ടുള്ള ശശി തരൂരും കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായിട്ടുള്ള ചന്നിയും കൂടി നടത്തിയ ഒരു പത്രസമ്മേളനത്തില് അത്താരി വഘ ബോർഡർ വഴിയിട്ട് ട്രേഡ് പാകിസ്ഥാനുമായിട്ട് പുനരാരംഭിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ട്രേഡ് ആൻഡ് ടെറർ ക്യാൻ നോട്ട് ഗോ ടുഗദർ എന്നുള്ളത് ഇന്ത്യയുടെ പോളിസിയാണ്. ആ പോളിസി തിരുത്തുമെന്നാണ് നിങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ആരെ സഹായിക്കാനാണ്? ഇന്ത്യയിൽ നിന്നുള്ള എക്സ്പോർട്ട്, പർട്ടിക്കുലർലി ഫുഡ് എക്സ്പോർട്ട് അങ്ങോട്ടേക്ക് പോകാതായതോടുകൂടി പാകിസ്ഥാനിലെ ആൾക്കാർ 1 കിലോ ആട്ടയ്ക്ക് വേണ്ടിയിട്ട് റോഡിൽ കിടന്ന് അടി ഉണ്ടാക്കുന്നത് നമ്മൾ കണ്ടതാണ്. 40% ആണ് അവിടെ ഫുഡ് ഇൻഫ്ലേഷൻ ഉണ്ടായത് ഇന്ത്യ എന്നുള്ള എക്സ്പോർട്ട് അങ്ങോട്ടേക്ക് പോകാതായതോടുകൂടി. അപ്പൊ അത്താരി വാഗ ബോർഡർ വഴി ഉൾപ്പെടെയുള്ള ട്രേഡ് പാകിസ്ഥാനുമായിട്ട് പുനരാരംഭിക്കുമെന്ന് പറയുമ്പോൾ നിങ്ങൾ ആരുടെ ഇൻട്രസ്റ്റ് ആണ് ഈ രാജ്യത്തിരുന്നു കൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ നോക്കുന്നതെന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് ജനങ്ങൾ കാണുന്നുണ്ട്. നിങ്ങളെപ്പോലെ എന്താണ് ഒരു ധാരണയും ഇല്ലാത്ത ആൾക്കാരാണ് ഈ നാട്ടിലുള്ളതെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ജനം ഇതൊക്കെ കൃത്യമായിട്ട് തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. ജനങ്ങൾ അതൊക്കെ തന്നെ മനസ്സിലാക്കി തന്നെ വോട്ട് ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് തന്നെയാണ് പോകാനും പോകുന്നത്. പിന്നെ CAA കുറിച്ചിട്ട് ഒറ്റ കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ. CAA കുറിച്ചിട്ട് താങ്കൾ പറഞ്ഞത് ഭരണഘടനയ്ക്ക് എതിരാണെന്ന്. ഈ ഭരണഘടനയ്ക്ക് എങ്ങനെയാണ് ഇത് എതിരാകുന്നത്? നമുക്ക് ആ വിഷയത്തിൽ നമുക്കൊന്ന് ഡിബേറ്റ് ചെയ്യാമോ? ഭരണഘടന പറയുന്നത് ഈ രാജ്യത്തെ പൗരന്മാരെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു തരത്തിലും വിവേചനത്തോടുകൂടി കാണരുതെന്നാണ്. CAA പറയുന്നത് മറ്റൊരു രാജ്യത്തെ പൗരന്മാർക്ക് പൗരത്വം കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്.
അതെന്തുകൊണ്ടാണ്? നെഹ്റു ലിയാഖത്ത് പാക്ടിന്റെ ലംഘനം ഉണ്ടായതുകൊണ്ടാണ്. നെഹ്റു ലിയാഖത്ത് പാക്ടിന്റെ ലംഘനം എങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത്? ഈ രാജ്യം വിഭജിക്കപ്പെട്ടത് മതത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകപ്പെട്ട ഒരു രാജ്യത്ത് മതത്തിന്റെ കാരണത്താൽ പീഡിപ്പിക്കപ്പെടുന്ന ജനങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ജനങ്ങൾക്ക്, അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് ഇവിടെ സംരക്ഷണം നൽകണം എന്നുള്ള കാര്യം നെഹ്റു ലിയാഖത്ത് പാക്ട് പൊളിഞ്ഞ കാലം മുതലുള്ള ഈ രാജ്യത്തിന്റെ ആവശ്യമാണ്.